ഈ ചടങ്ങുകൾ നടക്കുന്ന ഓരോ സ്ഥലത്തും പോലീസും കൂടി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആൾക്കാരെ കുറയ്ക്കണം, അനാവശ്യമായ ചടങ്ങുകൾ ഒഴിവാക്കണം, ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം, ഇങ്ങനത്തെ നിയന്ത്രണം വെച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കേണ്ടി വന്നത് ഒരുപക്ഷെ വളരെ ക്ലോസ് ആയിട്ടുള്ള വിഷ്വൽസ് ബാറ്റ്സിന്റെയോ അല്ലെങ്കിൽ അമ്പഴങ്ങ തുടങ്ങിയതൊക്കെ അന്വേഷിച്ച് വിഷ്വൽസ് എടുക്കുകയാണെങ്കിൽ ഒരു അപകടം അല്ല ഈ ദൃശ്യമാധ്യമം ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നവരല്ലേ ചിലതൊക്കെ. അല്ലല്ല അങ്ങയോട് പറഞ്ഞ ബാക്കി ആരോടും അല്ല. ഹരിദാസിന്റെ വാർത്തകാരിയെ ഞാൻ പറഞ്ഞു. അല്ല എന്റെ ഓഫീസ് എന്റെ PA കൈക്കൂലി വാങ്ങിച്ചു കള്ളവാർത്ത കൊടുത്ത മന്ത്രിക്ക് തന്ന പരാതിയല്ലേ? മന്ത്രി എന്തുകൊണ്ടാ പരാതി കൈമാറിയില്ല? എന്തുകൊണ്ട് നടപടി എടുത്തില്ല? റിപ്പോർട്ട് വാർത്ത പുറത്തുകൊണ്ടിരുന്ന മന്ത്രിയുടെ സ്റ്റാഫൊക്കെ എവിടെയായിരുന്നു? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ തന്നെ മറുപടി പറഞ്ഞു. വ്യക്തമാക്കണം, വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ വ്യക്തത സഹോദര കളക്ടർ വ്യക്തമാക്കണം, വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് ഏതോണ്ട് മുൻവിധിയോടുകൂടി പെരുമാറിയത് പോലെയാണ്. ഇത് കളക്ടറാണ് വിശദമാക്കേണ്ടത്, ഞാൻ ഇറക്കിയ ഉത്തരവൊന്നുമല്ല. പക്ഷേ അത് കളക്ടർ വിശദമാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിശദീകരിക്കാറുണ്ടോ കാര്യങ്ങൾ? ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്, മറ്റൊരു മാധ്യമ പ്രവർത്തകരോടും അല്ല. അപ്പൊ ആ രീതി എനിക്ക് പറയേണ്ട കാര്യമില്ല, എനിക്കറിയാലോ. അല്ല, എപ്പോഴും അങ്ങനെയല്ലേ പറയുന്നത്? നിങ്ങളുടെ ചർച്ചകളിൽ എന്റെ പടം വെച്ച് കൈക്കൂലി വാങ്ങിച്ചു കൊടുക്കുമ്പോ എന്റെ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടല്ലോ മന്ത്രി. ഞാൻ എടുത്തു തരാലോ, മന്ത്രിയിലേക്കാണ് നിങ്ങളുടെ ചർച്ചകൾ ഞാൻ എടുത്തു കാണിക്കാലോ. ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത്. ഞാൻ പറയാം, മന്ത്രിയുടെ ഓഫീസിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്ന ഒരു പരാതി അടിസ്ഥാനമാക്കി ധൈര്യം കൊള്ളാം. അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വാർത്തയിൽ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. മന്ത്രി തന്നെയാണ് വിഷയം എടുത്തിട്ടുള്ളത്. കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസല്ലേ ചോദിച്ചു നോക്കും. മന്ത്രിയുടെ പോലീസല്ലേ മന്ത്രിയുടെ ഓഫീസിൽ തന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ഡേറ്റ് പറഞ്ഞില്ലേ? എന്റെ PA അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ആര് തന്ന പരാതിയാണ്? നിങ്ങൾ ഇങ്ങനെയല്ലേ വാർത്ത പരാതിക്കാരുടെ പരാതിയും പൈറ്റും വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം നിങ്ങൾ കൊടുത്ത കള്ള വാർത്ത എന്റെ മുന്നിലുണ്ട്. പരാതിക്കാരന്റെ പരാതി അടിസ്ഥാനമാക്കി എന്റെ ഓഫീസിനെ കൊടുക്കാൻ ശ്രമിച്ചില്ലേ? പിന്നെ അന്ന് ഹരിദാസിന്റെ വിഷയം നിങ്ങൾ എത്ര ഫോൺ കോൾ ഹരിദാസിനെ വിളിച്ചു? ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോലീസിന് മൊഴിയും കൊടുത്തിട്ടുണ്ട് മാഡം. പോലീസ് സ്റ്റേഷനിലെത്തി നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഞാൻ മൊഴിയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ജില്ല വലിയ പ്രതിസന്ധി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എല്ലാവരും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മള് ഒരു ജില്ല വലിയ പ്രതിസന്ധി നിൽക്കുമ്പോൾ എല്ലാവരും കൂടാ. ജില്ല പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ കളക്ടർ ഇറക്കിയ ഒരു ഓർഡർ അല്ലേ? ആ കളക്ടർ ഇറക്കിയ ഓർഡറിൽ കളക്ടർ പറഞ്ഞല്ലോ, കളക്ടർ പറഞ്ഞ അതിൽ നിങ്ങൾ തന്നെ ഇന്നലെ മാധ്യമങ്ങൾ വന്ന് പറഞ്ഞു. നിങ്ങൾ വന്ന് പറഞ്ഞ എന്താണ്? ഞങ്ങളെ അവിടെ 2023 ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു ഓപ്പൺ ഹാർട്ടോട് കൂടി കളക്ടർ പറഞ്ഞു അത് ഞാൻ മാറ്റിയെടുക്കാം. പക്ഷെ അത് വ്യക്തമാക്കണം എന്നൊക്കെ പറയുന്ന നമ്മളെ ഉത്തരവിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ വിഷയങ്ങളിലേക്ക് പോകേണ്ട കാര്യം